അരുൺ ശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അരുൺ, എന്തായാലും ഇന്നിപ്പോൾ നേരം വൈകി, ഇനിയിപ്പോൾ ദൗത്യം നടത്തുന്ന കാര്യം ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഏത് രീതിയിൽ ദൗത്യം നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്? ദൗത്യ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്? ഇന്നൊരു പകൽ മുഴുവൻ ഈ ആനയെ മയക്കുമടി വെച്ച് പിടിച്ച് ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ രാവിലെ ആനയെ ലൊക്കേറ്റ് ചെയ്തെങ്കിൽ പോലും ആനയെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയപ്പോൾ അത് ഓടി മുകളിലേക്ക് പോയി, അതായത് വനമേഖലയിലേക്ക് പോയി അതിനകത്തേക്ക് കയറി. അതിനെ തുടർന്ന് ആനയെ മയക്കുപിടി വെക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരു 11 മണിക്ക് ശേഷം ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് വരെ നടത്തിയെങ്കിലും ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടി ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചത്. നാളെയും ഈ ദൗത്യം തുടരും. രാത്രി പട്രോളിംഗ് ഉണ്ടാകും. ആനയുടെ ലൊക്കേഷനൊക്കെ അറിയാൻ കഴിയുന്ന രീതിയിലുള്ള പട്രോളിംഗ് ഉണ്ടാകും. നാളെ കുറച്ചുകൂടി മുൻകരുതൽ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുമെന്നുള്ളതാണ് DFO അറിയിച്ചിരിക്കുന്നത്. അതായത് ആളുകൾ ഇങ്ങോട്ട് വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ ഒരു പബ്ലിക് റോഡാണ് ഈ കാലടി പ്ലാന്റേഷനിലൂടെ കടന്നു പോകുന്നത്. അവിടെയാണ് ഈ ആനയെ ഡാർട്ട് ചെയ്യാനും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ആന ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആന എങ്ങോട്ട് ഓടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കണം, പൊതുജനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിയന്ത്രിക്കണം. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ ഈ പ്രദേശത്തേക്ക് കടത്തിവിടേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ DFO പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. എന്തായാലും നാളെ ആനയെ മയക്കുപിടി വെച്ച് പിടിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇന്നേ തുടങ്ങിയിട്ടുമുണ്ട്. ശരി ഹിമ, ഇപ്പോൾ DFO പറഞ്ഞതും മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നത് നന്നായി എന്നാണ്. അപ്പോൾ രാവിലെയും ആന ആ വിരൽ പിടിച്ച് ഓടുമ്പോൾ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും വേറെ പ്രശ്നങ്ങളില്ല. പക്ഷേ ആനയെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം. അതിനുശേഷമേ മറ്റ് നടപടികളെ കുറിച്ച് ആലോചിക്കാൻ കഴിയും, അല്ലേ?